അല്ല സമീർക്ക, ഇത്രയും കൊന്നപ്പൂവൊക്കെ കിട്ടണമെങ്കിൽ കൊന്നമരത്തിമ കയറി ആകെ എട്ടങ്ങറായിണ്ട പോലെ. ഞാൻ കൊന്നമരത്തമ്മ കയറാൻ നടക്കുക. കൊറേ കൊന്നമ്മ കയറുന്നു. നീ രാവിലെ തന്നെ ഊതാൻ വേണ്ടി വന്നതാ? അതല്ലാന്ന്, ഞാൻ ഇത്രയും കൊന്നപ്പൂ കണ്ടപ്പോഴേ അതൊക്കെ പൊട്ടിച്ചിണ്ടാക്കണേ കുറെ ഇടങ്ങറാവില്ലേ എന്നുള്ളത് പറഞ്ഞതാണ്. ഈ രാവിലെ തന്നെ വന്നിട്ടില്ല, ഇടങ്ങറാക്കലട്ടാ. ഈ പോയിക്കാണ് ഊതുന്നുണ്ടപ്പോ തന്നെ മനസ്സിലായി. പൂ കൊണ്ടേക്കോളെ, 3 100, 1 40. വാടിയതവിടെ സഞ്ചില് വേറെ ഉണ്ട്. വെള്ളമൊക്കെ ടൈം കിട്ടിയില്ല, വാടിയതാണ്. ഇതെല്ലാം നിങ്ങൾ പഞ്ചായത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എന്തായി? പഞ്ചായത്തിൽ പോയപ്പോഴല്ല വിറ്റ്. അവിടെ ഒരു വലിയൊരു ബോർഡ് വെച്ചിക്കണ്, പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് പൈസ ഒക്കെ ഉണ്ടെന്നുണ്ട്. എന്തേ പ്രസവം നിർത്തിയാ? പിന്നെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കണ തീരെ ആനുകൂല്യങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അല്ലെങ്കിൽ പ്രസവം എത്ര ഉണ്ടായിരുന്നറിയോ? പൈസ വാങ്ങാൻ അവിടെ പോയി ഇങ്ങനെ ഉണ്ടാവും. നിർത്തിയില്ലേ നമ്മളിതൊക്കെ? ഭാഗ്യം. പഞ്ചായത്തിലൊക്കെ അങ്ങനൊക്കെ ഉണ്ടാവും. പിന്നെ പഞ്ചായത്തിലൊക്കെ നിങ്ങൾ ചെന്ന് നോക്കില്ലല്ലോ, ഒന്ന് പോയി നോക്കി പഞ്ചായത്തിൽ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള അപ്പൊ അറിയാം. അല്ലപ്പോ നമുക്ക് ആനുകൂല്യം കിട്ടാൻ എന്താ ചെയ്യണ്ടേ? അതെന്താ എന്താ വേണ്ടി തന്നെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തരണ. ആദ്യം പോയിട്ട് പെണ്ണുങ്ങളെ ഗർഭിണിയാക്കുക, പിന്നെ ഫോം വാങ്ങിട്ട് പൂരിപ്പിച്ചു കൊടുക്കുക. മെമ്പറെ കണ്ടാ മതി, അത്രേ ഉള്ളൂ എന്നാ. ഇതൊക്കെ കുയ്യിൽക്ക് പോകാനായിരിക്കും. ഇയാളെ പെണ്ണുങ്ങൾ ഇപ്പോഴും പ്രസവിക്കുന്നുണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. അതിനല്ലേ കാശ് കിട്ടോ ചേർക്കണത് ഓരോ ആൾക്കാർ. ആരാ? മെമ്പർ വീടല്ലേ? അതെ, മെമ്പർ വീടാണ്. കേറിയിരിക്കും. എന്തേ വന്ന്? മെമ്പറില്ലേ ഇവിടെ? മെമ്പർ ഇവിടെ ഇല്ല, മെമ്പർ ഒരു മീറ്റിങ്ങിലാ. എന്താ കാര്യം? അത് ഈ പഞ്ചായത്തിൽ ബോർഡിലേ ഞാനൊരു നോട്ടീസ് കണ്ട്. ഈ പ്രസവത്തിനൊക്കെ പൈസ കൊടുക്കണ്ടെന്നുള്ളത്. അതെ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നത്. അതെ, അതിന് ആളിവിടെ സ്ഥലത്തില്ല, മീറ്റിങ്ങിലാ. ഞാൻ എന്തായാലും വിളിച്ചു നോക്കട്ടെ. ഒന്ന് വിളിച്ചാ ചോദിക്കാം. ഹലോ, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. പഞ്ചായത്തിലേ ഒരു ബോർഡ് കണ്ട് പ്രസവത്തിന് പൈസ കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അതെ, ആയിക്കോട്ടെ, ഞാൻ എടുത്തു കൊടുക്കാം. ശരി. എത്ര ഉണ്ടാണോ? 50,000 കിട്ടിയാൽ മതിയല്ലോ. ഇതിലേ നിങ്ങളുടെ പേരും വൈഫിൻ്റെ പേരും വാർഡ് നമ്പറൊക്കെ ഒക്കെ എഴുതിയിട്ട് എഴുതി തരും കേട്ടോ. എന്റെ ഭാര്യയുടെ പേരൊന്നും എഴുതാൻ പറ്റില്ല. അതെന്തേ? കുട്ടിൻ്റെതാണ്, വൈഫിൻ്റെതല്ലല്ലോ. വൈഫ് നിങ്ങളല്ല? എന്റെ ഭാര്യ ഒന്നല്ല. അപ്പൊ കണ്ടോരാ അതിന് പലയിടത്തും പോയി കയറിയിട്ടേ ആരും ഗവൺമെന്റ് പൈസ തരണം. പോവാൻ നോക്കി വിടുന്നു എണിച്ചിട്ട് ഈ പാത്ത് കണ്ടു പോരുത്. അല്ല പൈസ പൈസ കിട്ടും. വയസ്സാകാലത്തെ കണ്ട വെയിലും മുതലൊക്കെ ചാടിയിട്ട് കുട്ടികളുണ്ടാക്കിട്ട് ഇപ്പൊ ഗവൺമെന്റിന്റെ പൈസ കിടക്കാം. ഇന്നത്തെ ദിവസം പോയാളെ